ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ക്രാവൻ ദ ഹണ്ട് എന്ന മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സോണിയുടെ സ്പൈഡർ വേഴ്സിൽ വരാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് ക്രാവൻ ദ ഹണ്ട്. ഇതിന്റെ ഫസ്റ്റ് ട്രെയിലർ കുറച്ച് നാൾ മുന്നേ വന്നിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുന്നേ ഇതിന്റെ ഫസ്റ്റ് ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫൈനൽ ട്രെയിലർ വന്നിട്ടുണ്ട് റിലീസിന് മുന്നോടിയായിട്ട്. ഡിസംബറിലാണ് ഇതിന്റെ റിലീസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ട്രെയിലർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ട്രെയിലറിൽ നല്ല രീതിയിലാണ് ഈ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ നമുക്കറിയാം, പുള്ളിയെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അവഞ്ചേഴ്സിന്റെ ഏജ് ഓഫ് അൾട്രോണിൽ ക്വിക്ക് സിൽവർ ആയിട്ട് വന്ന അതേ ക്യാരക്ടർ, അതേ ആള് തന്നെയാണ് ഇവിടെ ക്രാവൻ ആയിട്ടുള്ള റോളും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. My son, we are hunters, the greatest the world has ever known. Охотник до сказки. റഷ്യൻ. Сказки, правда. ഫുൾ വയലൻസ് ആണ് കേട്ടോ. R-rated ആണെന്ന് തോന്നുന്നത്. Who's next? I heard the noise of thunder. Are you like your father? A gangster? A killer? And I heard a voice. And behold, hell followed with him. There's a man going round taking names. My son. And he decides who to free മൈ സൺ. and who to blame. We are an animal stronger than you can imagine. On your arm will stand up. Tell me about this hunter. റൈനോ. Once you're on his list, there's only one way off. When the man comes around. When the man comes around. Whoever is unjust Think you're some kind of honor, some kind of code. will be unjust. You're just another man Whoever is righteous, hunting for a trophy, let him be righteous still. just like our father. When the man comes around. When the man comes around. Embrace who you really are, son. റൈനോ. റൈനോ. മൈ ഗോഡ്. And you would calm the bloodshed. When the man comes around. ക്രേവൻ ദ ഹണ്ടർ. When the man comes around. ഇപ്പൊ ട്രെയിലർ നമ്മൾ കണ്ടായിരുന്നു. അടിപൊളി ട്രെയിലറാണ്. ആസ് എക്സ്പെക്ടഡ് ഫസ്റ്റ് ട്രെയിലറും ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ റൈനോനെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ അമേസിംഗ് സ്പൈഡർമാൻ 2-ല് ക്ലൈമാക്സിൽ റൈനോ ചെറിയൊരു പാർട്ടിൽ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ടീസ് ചെയ്ത് ഡെഡ്പൂളിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ചെയ്ത ആ റൈനോ തന്നെയാണ് ഇതിലും റൈനോ ആയിട്ട് അഭിനയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ക്യാരക്ടർ നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. എനിവേ ട്രെയിലർ നല്ല രസമുണ്ട്. ഫിലിം ഡിസംബറിലാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിലിമിന്റെ റിലീസ് വരണേന്ന്. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് മോബീസ് എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയായിരുന്നു സോണിയുടെ യൂണിവേഴ്സിൽ നിന്ന്. അത് ഏകദേശം ഇതേപോലൊരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ വില്ലനായിട്ട് വരും, സ്പൈഡർമാൻ ഉള്ള ക്യാരക്ടറാണ്. അതിന്റെ ട്രെയിലറിൽ പോലും സ്പൈഡർമാനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു. ഈ ഫിലിം എന്തായാലും കുറച്ച് പ്രോമിസിങ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിവേ ട്രെയിലർ അടിപൊളിയായിരുന്നു. ലുക്ക്. പിന്നെ ഇതിലൊരു കാര്യം എനിക്ക് നോട്ട് ചെയ്ത് ഇതിന്റെ ട്രെയിലർ റിലീസ് ചെയ്യപ്പോൾ അവർ ശ്രദ്ധിച്ചാണെന്ന് അറിയില്ല. 2023 എന്നാണ് ഇവരുടെ തംബ്നെയിലിൽ ആദ്യം കിടന്നത് ട്രെയിലറിന്റെ. അവർ വിട്ടുപോയതായിരിക്കും, നേരത്തെ പ്രിപ്പയർ ചെയ്തതായിരിക്കും, അതിന്റെ ആയിരിക്കും. എനിവേ ലെറ്റ്സ് സീ. താങ്ക് യു.